ശീതൾ, എന്താ ചെയ്യുന്നേ? പെട്ടെന്ന് വാ. മേക്കപ്പ് ഇടാണമ്മേ, ഇപ്പൊ വരാം. മേക്കപ്പ് ഇട്ടതിനു ശേഷം ശീതൾ പുറത്തേക്ക് വന്നു. അമ്മ അവിടെ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. രണ്ടുപേരും അമ്പലത്തിൽ പോകാൻ ഒരുങ്ങുകയായിരുന്നു. മേക്കപ്പ് ചെയ്യാൻ എത്ര സമയാ മോളെ നീ എടുക്കുന്നേ? സമയം എടുക്കുമോ അമ്മേ? അമ്മയ്ക്കത് മനസ്സിലാവില്ല. അതെ അതെ, എനിക്ക് വയസ്സായല്ലേ, പിന്നെ എങ്ങനെ മനസ്സിലാവാനാ? പക്ഷേ മോളെ, നീ വീട്ടുജോലികളും ഇടയ്ക്ക് ചെയ്തു പഠിക്കണം. നീ മറ്റൊരു വീട്ടിൽ ചെന്ന് എന്ത് ചെയ്യാനാ? അവിടെ ഞാൻ മേക്കപ്പ് ഇടുമേ, എന്നിട്ടൊരു ബ്യൂട്ടി പാർലർ തുടങ്ങും. അത് കൊള്ളാം. അപ്പൊ വീട്ടുജോലിയെല്ലാം ആര് ചെയ്യും? വേലക്കാരിയെ നിർത്തും. ബ്യൂട്ടി പാർലർ നടത്തി ഒരുപാട് പൈസ കിട്ടും. ഞാൻ നന്നായി മേക്കപ്പ് ചെയ്യുന്നുണ്ടല്ലോ. നിന്റെ അമ്മായിമ്മ അതിന് സമ്മതിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? അമ്മായിയമ്മേനെ മാറ്റും. നീയല്ലേ ആള്, അതും ചെയ്യാൻ അപ്പുറവും ചെയ്യും. വരൂ അമ്മ, ഇപ്പൊ തന്നെ ലേറ്റായി. ശീതളും അമ്മയും ക്ഷേത്രത്തിലേക്ക് പോയി. ആ ക്ഷേത്രത്തിലെ പൂജാരിക്ക് അവർ രണ്ടുപേരെ നന്നായി അറിയാമായിരുന്നു. മഞ്ജു സഹോദരി, നിങ്ങളുടെ മകള് വലുതായല്ലോ. നമുക്ക് ഇവളെ കല്യാണം കഴിപ്പിച്ച് വിടണ്ടേ? അതെ സ്വാമിജി, നല്ല പയ്യന്മാരെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. പിന്നെന്താ, ഞാൻ ഫോട്ടോ കൊണ്ടുവരാം. ആ സമയത്ത് എനിക്ക് ശീതളിന്റെ കൈകൊണ്ട് ഒരു ചായ കുടിക്കാലോ. അന്ന് വൈകുന്നേരം പൂജാരി ഒരു പയ്യന്റെ ഫോട്ടോയുമായി അവിടെ എത്തി. ആ ഫോട്ടോ കണ്ടതും ശീതൾ കല്യാണത്തിന് സമ്മതിച്ചു. ആ പയ്യന്റെ പേര് മുകുന്ദെന്നായിരുന്നു. ആ പയ്യൻ ഒരു പലചരക്ക് കട നടത്തിയിരുന്നു. 1 മാസത്തിനുള്ളിൽ തന്നെ അവരുടെ വിവാഹം കഴിഞ്ഞു. കല്യാണത്തിന് ശേഷവും എല്ലാ പെൺകുട്ടികളെപ്പോലെയും ശീതളിനും ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. എല്ലാ പെൺകുട്ടികളെപ്പോലെ തന്നെയും ശീതളിന്റെ സ്വപ്നവും നടക്കാതെയായി. ശീതളിന്റെ അമ്മായിമ്മയുടെ പേര് വിമല. അവരൊരു വല്ലാത്ത സ്ത്രീയായിരുന്നു. വിമല ശീതളിനോട് പറഞ്ഞു, ശീതൾ, ഈ വീട്ടിൽ ഞങ്ങൾ 4 പേരാണ്. ഞാൻ, എന്റെ ഭർത്താവ്, എന്റെ മോനും എന്റെ മോളും. നിന്നെയും കൂട്ടി 5 പേര്. എല്ലാ ദിവസവും 5 പേർക്കും നല്ല ഭക്ഷണം ഉണ്ടാക്കണം. ഭക്ഷണോ? എനിക്കൊരു ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല. എന്ത്, ഭക്ഷണമുണ്ടാക്കാൻ അറിയില്ലേ? എന്നാൽ ആ പൂജാരി പറഞ്ഞ് നല്ല കുട്ടിയെ നല്ല ഭക്ഷണമുണ്ടാക്കുമെന്നൊക്കെയാണല്ലോ. അതെ അമ്മേ, ഞാൻ അങ്ങനെ തന്നെയാ. നല്ല കുടുംബത്തിലെയാ. പക്ഷെ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല. അയ്യോ, നിങ്ങളിത് കേട്ടില്ലേ? നിന്റെ ഭാര്യ വന്നപ്പോഴേ ഇങ്ങനെ പറയുന്നത് കേട്ടോ? ഇവൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനും അറിയില്ല. ആ പൂജാരി പറയണത് കേട്ട് വേറൊന്നും അന്വേഷിക്കാതെ പെട്ടെന്ന് തന്നെ കല്യാണം അങ്ങോട്ട് നടത്തി. പക്ഷെ ഇവര് നമ്മളെ നന്നായി പറ്റിച്ചു. നോക്കുമോനെ, നമ്മൾ കവളിപ്പിക്കപ്പെട്ടു. അയ്യോ അമ്മേ, നിങ്ങൾ എന്തൊക്കെയോ പറയുന്നേ? എനിക്ക് പാചകം ചെയ്യാൻ അറിയില്ലെന്നേ ഉള്ളൂ, വേറെ പലതും അറിയാം. ശീതളിന്റെ അമ്മായിപ്പൻ ചോദിച്ചു, നിനക്ക് പിന്നെ എന്ത് ജോലി അറിയുന്നത്? എനിക്ക് ബ്യൂട്ടീഷ്യൻ ചെയ്യാൻ അറിയാം. എനിക്ക് മേക്കപ്പ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊരു ബ്യൂട്ടി പാർലർ തുടങ്ങണമെന്നുണ്ട്. എന്ത്, ബ്യൂട്ടി പാർലർ തുടങ്ങണമെന്നോ? അയ്യോ, എങ്ങനത്തെ മരുമകളാ എനിക്ക് കിട്ടിയിരിക്കുന്നേ. ഇവള് പുറത്തുപോയി സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്നേ. ശീതളിന്റെ സ്വപ്നങ്ങളൊന്നും ഇവിടെ നടക്കില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അന്ന് വൈകുന്നേരം ശീതൾ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരുന്നപ്പോ അവളുടെ നാത്തോൻ പല്ലവി അങ്ങോട്ട് വന്നു. ഏട്ടത്തി, താ, ഞാൻ സഹായിക്കാം. അയ്യോ വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. എനിക്ക് തന്നെ ഇത് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചത് അമ്മയോട് പറയില്ലേ? അമ്മ അറിഞ്ഞ് എന്നെ വഴക്ക് പറയും. ഞാനൊന്ന് ചോദിക്കട്ടെ പല്ലവി, ഈ വീട്ടിലെന്ത് എല്ലാവരും ബ്യൂട്ടി പാർലർ പറഞ്ഞപ്പോ ഇത്ര ദേഷ്യപ്പെട്ടത്? ഇവരെല്ലാം പഴയ ആൾക്കാരല്ലേ ഏട്ടത്തി? നമ്മളൊക്കെ മോഡേൺ അല്ലേ? നമ്മൾ ചിന്തിക്കുന്ന പോലെയൊന്നും അവർക്ക് പറ്റില്ല. ഒരു കാര്യം പറയട്ടെ, എനിക്കും ബ്യൂട്ടി പാർലർ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടത്തി. പക്ഷെ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ അറിയില്ല. അത്രേ ഉള്ളോ? വിഷമിക്കേണ്ട, അത് ഞാൻ പഠിപ്പിച്ചു തരാം. നമുക്ക് 2 പേർക്കും കൂടെ ബ്യൂട്ടി പാർലർ തുടങ്ങാലോ. അത്ര ഭംഗിയില്ലാത്തവരെ നമുക്ക് ബ്യൂട്ടി പാർലറിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് നന്നായി മേക്കപ്പ് ചെയ്ത് അവരെ തിരിച്ചുവിടാം. പല്ലവി ആരും അറിയാതെ ശീതളിൽ നിന്നും ബ്യൂട്ടീഷ്യൻ പഠിക്കാൻ തുടങ്ങി. പല്ലവി കോളേജിലും പോയിരുന്നു. അവൾക്ക് ഒരുപാട് പേരെ അറിയാം. ഒരു ദിവസം പല്ലവി ശീതളിനോട് പറഞ്ഞു, ഏട്ടത്തി, ഒരു കല്യാണമുണ്ട്. ബ്യൂട്ടീഷ്യൻ ചെയ്യോ? നല്ല പൈസ കിട്ടും. അതെ അതെ, പോവാലോ. വീട്ടില് വേറെന്തെങ്കിലും പറഞ്ഞൊപ്പിക്കാം. വീട്ടിലെന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചിട്ട് പല്ലവിയും ശീതളും കല്യാണത്തിന് ബ്യൂട്ടീഷ്യൻ ചെയ്യാൻ പോയി. അവർക്ക് ഒരുപാട് പൈസ കിട്ടി. അവിടെയുള്ള എല്ലാവർക്കും ശീതളിന്റെ ജോലി ഇഷ്ടപ്പെടുകയും ഒരുപാട് പൈസ കിട്ടുകയും ചെയ്തു. കുറച്ചു ദിവസത്തിനുള്ളിൽ ഞാൻ വലിയൊരു ബ്യൂട്ടി പാർലർ തുടങ്ങും, എല്ലാവരും വരണം. അങ്ങനെ ശീതൾ ആരും അറിയാതെ കല്യാണത്തിന് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു പൈസ സ്വരൂപിച്ച് അവൾ ബ്യൂട്ടി പാർലർ തുടങ്ങി. എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് ബ്യൂട്ടി പാർലർ ആരംഭിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് വിമല ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞത്. എന്ത്, നീ ബ്യൂട്ടി പാർലർ തുടങ്ങുന്നെന്നോ? ഞങ്ങളുടെ വീട്ടിലെ മരുമകളായിട്ട് പുറത്തുപോയി ജോലി ചെയ്യാൻ നോക്കുന്നുവോ? ഞങ്ങൾ വീണ്ടും വീണ്ടും വേണ്ടാന്ന് പറഞ്ഞല്ലേ നിന്നെ ഞാൻ. മുകുന്ദ് ശീതളിനെ അടിച്ചു. അവൾ അടികൊണ്ട് താഴെ വീണു. വീഴ്ചയുടെ ആഘാതത്തിൽ അവൾ തലയിടിച്ചു മരിച്ചു. അല്ല മോനെ, നീ എന്തായി ചെയ്തത്? അവളെ കൊന്നുകളഞ്ഞോ? ഞാൻ വെറുതെ മുഖത്തടിച്ചതാണ്. പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു? പെട്ടെന്ന് എന്റെ ബോഡി മറച്ചു വെക്കുക, അല്ലെങ്കിൽ പ്രശ്നമാവും. 3 പേരും അവളുടെ ബോഡി കൊണ്ടുപോയി ബ്യൂട്ടി പാർലറിനകത്ത് കുഴിച്ചിട്ടു. പല്ലവി വീട്ടിൽ വന്നപ്പോ തന്നെ ഏട്ടത്തിയെ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ വിമല പറഞ്ഞു, അവൾ ഓടിപ്പോയി. ഇനി ഈ വീട്ടിൽ അവളെപ്പറ്റി ഒന്നും സംസാരിക്കരുത്. അടുത്ത ദിവസം മുകുന്ദിന്റെ കടയിൽ തീ പിടിച്ചു.
അവർക്കുണ്ടായിരുന്ന ഒരേ ഒരു വരുമാനം നിന്നുപോയി. വയറ്റിപ്പഴപ്പിനു വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യും. വിശന്നിരുന്ന വിമലയ്ക്ക് ആ ബ്യൂട്ടി പാർലറിന്റെ കാര്യം ഓർമ്മ വന്നു. പല്ലവി, നിനക്ക് അത്യാവശ്യം മേക്കപ്പ് ചെയ്യാനൊക്കെ അറിയില്ലേ? നീ ബ്യൂട്ടി പാർലർ ജോലി തുടങ്ങ്. ഇല്ല അമ്മേ, എനിക്ക് അത്രയും നന്നായിട്ട് ചെയ്യാൻ അറിയില്ല. നീ 2-3 ദിവസം പോയി നോക്കുമോളെ, അപ്പോൾ എല്ലാം ശരിയാവും. പല്ലവി ബ്യൂട്ടി പാർലറിലോട്ട് പോയി. പക്ഷെ അവളുടെ കൈ വിറയ്ക്കാൻ തുടങ്ങി. എന്നാൽ അവൾക്കൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് അവൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ഒരു സ്ത്രീ വന്നു. നിനക്ക് മുടി വെട്ടാൻ അറിയില്ലേ? എനിക്കൊരു കല്യാണത്തിന് പോണം, എന്റെ മുടി വെട്ട്. അവർ വന്നിരുന്നപ്പോൾ പല്ലവിക്ക് കൈ വിറച്ചതുകൊണ്ട് കത്രിക പോലും എടുക്കാൻ സാധിച്ചില്ല. അവർ കണ്ണടച്ചിരുന്നു. അങ്ങനെ പല്ലവി നോക്കിയിരിക്കുമ്പോൾ കത്രിക തന്നെ പറന്നു വന്ന് അവരുടെ മുടി വെട്ടാൻ തുടങ്ങി. അയ്യോ, ഇതെന്താ അത്ഭുതമാ നടക്കുന്നേ! മുടി കട്ട് ചെയ്തതിനു ശേഷം കത്രിക എവിടെയാണോ ഇരുന്നേ അവിടെ പോയിരുന്നു. അവർക്ക് വളരെ സന്തോഷമായി. അല്ല, നീ നന്നായി മുടി വെട്ടിയല്ലോ, ഇതാ പൈസ. പൈസ കൊടുത്തിട്ട് അവർ പോയി. എന്നാൽ പല്ലവിക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല. പല്ലവി അത്ഭുതപ്പെട്ടു നിന്നു. അപ്പോൾ ശീതളിന്റെ ആത്മാവ് അവിടെ വന്നു. പല്ലവി, പേടിക്കണ്ട, അത് ഞാനാണ്. എനിക്ക് മനസ്സിലായി നീ നല്ല പേടിയിലാണെന്ന്. അതാ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തത്. ഞാൻ ഈ ഭൂമിക്കടിയിലാണുള്ളത്. ശീതളിന്റെ ആത്മാവ് പല്ലവിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഈ കൊലയ്ക്ക് പ്രതികാരം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പല്ലവി പോലീസിനെ വിളിച്ചു. വിമലയും ഭർത്താവിനെയും മകനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അങ്ങനെ പല്ലവി ആ വീട്ടിൽ ഒറ്റയ്ക്കായി. അവൾ ബ്യൂട്ടി പാർലർ നടത്താൻ തുടങ്ങി. ശീതളിന്റെ ആത്മാവ് ആ ബ്യൂട്ടി പാർലറിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം അത് അവളുടെ സ്വപ്നമായിരുന്നു. അങ്ങനെ അവൾ മാജിക്കിലൂടെ എല്ലാവരുടെയും മുടിയും കട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പല്ലവി ഒരുപാട് സമ്പാദിക്കാൻ തുടങ്ങി. ശീതളാണെങ്കിൽ അവളുടെ ആഗ്രഹം സാധിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു. മീര കാണാൻ അത്ര സുന്ദരിയായിരുന്നില്ല. മുഖവും കറുത്തിട്ടാണ്, ശരീരവും കറുത്തിട്ടായിരുന്നു. എന്നാലും അവളൊരു ഫേമസ് മോഡലാകാൻ ആഗ്രഹിച്ചു. ഭംഗിയായി ഡ്രസ് ചെയ്ത് ഒരു വലിയ സ്റ്റേജിൽ റാമ്പ് വാക്ക് ചെയ്യുന്നതാണ് അവളുടെ വലിയ സ്വപ്നമായിരുന്നത്. അവൾ അവളുടെ കോളേജ് പഠിപ്പൊക്കെ വിട്ട് ഫാഷൻ ഡിസൈനർ കോഴ്സ് ചെയ്യാൻ ആഗ്രഹിച്ചു. മീര, ഇവിടെ നോക്ക്. ഞാൻ സമ്മതിച്ചോ ഇല്ലയോ അതിലൊന്നും നടക്കില്ല. നിന്റെ തീരുമാനം എന്തായാലും അത് അച്ഛൻ എടുക്കുന്നതാ. അതേ അമ്മ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നേ, നിങ്ങൾ അച്ഛന് മനസ്സിലാക്കി കൊടുക്കുമെന്ന്. അമ്മ, ഫാഷൻ ഡിസൈനിങ്ങിൽ വലിയ സ്കോപ്പുണ്ട്. നിങ്ങൾക്ക് അറിയില്ലേ ഞാൻ മോഡലാകാൻ ആഗ്രഹിക്കുന്നത്? ഒരുപക്ഷെ ഫാഷൻ ഡിസൈൻ കോഴ്സ് ഞാൻ ചെയ്താൽ ഒരുപാട് ഈസിയായി ഞാൻ മോഡലാവും അമ്മേ. ഇല്ല മീരെ, നീ എന്ത് ചെയ്താലും നിനക്ക് മോഡലാകാൻ പറ്റില്ല. അതിന് ഞങ്ങൾ സമ്മതിക്കുകയുമില്ല. നീ നന്നായി പഠിക്കുമല്ലോ. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയുള്ള പ്രൊഫഷനു വേണ്ടി നീ എന്തിനാ സമയം പാഴാക്കുന്നത്? അതും കോളേജ് സ്റ്റഡീസ് പകുതിയിൽ നിർത്തിയിട്ട്. പക്ഷെ അച്ഛാ, എനിക്ക് മീരെ, നീ എന്റെ ക്ഷമ കെടുത്തരുത്. നിനക്കെന്താണ് നല്ലതെന്ന് നിന്നേക്കാൾ ഞങ്ങൾക്ക് നന്നായി അറിയാം. ഇവിടെ നോക്ക്, നിന്റെ ആഗ്രഹത്തിന് ഞങ്ങൾ എതിരൊന്നുമല്ല. എന്നാൽ നീ നിന്റെ മുഖമൊന്ന് കണ്ണാടിയിൽ നോക്ക്. നിനക്ക് ഓർമ്മയുണ്ടോ, നീ നിർബന്ധിച്ചിട്ടാ കോളേജ് ഫാഷൻ ഷോയിൽ പങ്കെടുക്കാൻ വിട്ടത്. അപ്പോൾ സംഭവിച്ചതെന്താണെന്ന് നിനക്കറിയാമല്ലോ. എല്ലാവരും നിന്നെ കണ്ട് എങ്ങനെയാ ചിരിച്ചതെന്ന്. ഈ പ്രൊഫഷണൽ കോഴ്സൊക്കെ എത്രത്തോളം കോസ്റ്റ്ലിയാണ് നിനക്കറിയാമല്ലോ. എനിക്ക് നിന്നെ കോളേജിലേക്ക് പറഞ്ഞുവിടാൻ മാത്രമേ പറ്റൂ. ഇതിനു മുകളിൽ എന്നെക്കൊണ്ട് പറ്റില്ല. ഇനി ഇതിനെക്കുറിച്ച് നീ എന്നോട് സംസാരിക്കാൻ വരരുത്. പോ, നന്നായി പഠിക്ക്. പഠിച്ച് ഞങ്ങളെ അഭിമാനിക്കാൻ വെക്ക്. മീരയ്ക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അവൾ മിണ്ടാതെ അവിടുന്ന് പോയി. അന്നത്തെ ന്യൂസ് പേപ്പർ എടുത്ത് അവളുടെ അച്ഛന് കൊടുക്കാൻ വേണ്ടി പോയി. അപ്പ അവൾ പത്രത്തിലുള്ള ഒരു ആഡ് കണ്ടു. ആഹാ, ഇദ്ദേഹം ഫാഷൻ ഡിസൈനർ സുഗം കപൂർ അല്ലേ? ഇദ്ദേഹത്തിന് മോഡൽ വേണോ? ഞാനിവിടെ പോകണം. ഒരുപക്ഷെ എന്തെങ്കിലും സംഭവിച്ച? അവൾ ആ ആഡുള്ള പേജ് അവൾ തന്നെ എടുത്തു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം അവൾ ഓട്ടോയിൽ ആ സ്ഥലത്തേക്ക് പോയി. അത് മീരയുടെ സ്വപ്നലോകമായിരുന്നു. ഒരു സൈഡിൽ ഭംഗിയുള്ള ഡിസൈനർ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു, മറ്റൊരു ഭാഗത്ത് ഭംഗിയുള്ള മോഡൽസ്. മീര ഇതൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ, ഹേ യു, എന്താ പണി? ആരെ കാണണം? ആ, അത് പിന്നെ ഞാൻ സുഗം സാറെ കാണണം. സുഗം സാറെ സിറ്റിയിലുള്ള ഫേമസ് ഡിസൈനറാ. നീ എന്താ കരുതിയേ അദ്ദേഹത്തെ എപ്പോഴും കാണാമെന്നോ? ഞാൻ അദ്ദേഹത്തിന്റെ മാനേജറാ. എന്താ കാര്യമെന്ന് എന്നോട് പറ. ആ മാഡം, ഞാൻ ഈ അഡ്വർടൈസ്മെന്റ് കണ്ടു വന്നതാ. ഒരു മോഡലാവാനാണ് എനിക്ക് ആഗ്രഹം. എന്ത്? നീ വരുന്നതിന് മുന്നേ നിന്റെ മുഖം കണ്ണാടിയിൽ നോക്കിയെ കുറിച്ച് പറ. സുഗം സാറിന് അദ്ദേഹം ചെയ്ത ലെഹങ്കയ്ക്കാണ് മോഡൽ വേണ്ടത്.
ആ ലെഹങ്ക ഇട്ടാൽ ആ മോഡൽ ഏകദേശം കാണാൻ ദേവതയെ പോലെ ഉണ്ടാവണം. ഞാൻ എന്താ പറയുന്നതെന്ന് മനസ്സിലായോ? ആ, എനിക്ക് മനസ്സിലായി. ബട്ട് എനിക്കിവിടെ എന്തെങ്കിലും ജോലി കിട്ടുമോ മാഡം, പ്ലീസ്? ഓക്കെ. ഇവിടെ ക്ലീനിങ് പണിക്ക് ആളാവശ്യമാണ്. നിനക്ക് പ്രശ്നമില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ മാം, ഞാൻ തീർച്ചയായും ചെയ്യാം. പക്ഷെ പ്ലീസ് എനിക്ക് ജോലി തരൂ. മീര എങ്ങനെയെങ്കിലും ആ ഫാഷൻ ഹൗസിൽ ചേരാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് ക്ലീനിങ് പണിയായാലും അവൾ ചെയ്യാൻ തയ്യാറായിരുന്നു. അടുത്ത ദിവസം തൊട്ടേ അവൾ ഫാഷൻ ഹൗസിൽ ക്ലീൻ ചെയ്യുന്ന പണിക്ക് പുറപ്പെട്ടു. പക്ഷേ ഇക്കാര്യം അവൾ ആരോടും പറഞ്ഞില്ല. അവൾ രാവിലെ കോളേജിന് വേണ്ടി പോകും. ആദ്യം ഫാഷൻ ഹൗസിൽ ക്ലീനിങ് പണി ചെയ്തിട്ട് അത് കഴിഞ്ഞാണ് അവൾ കോളേജിൽ പോകുക. പല ദിവസങ്ങൾ ഇങ്ങനെ നടന്നു. അങ്ങനെ ഒരു നാൾ, ആഹാ, ഈ ലെഹങ്ക എത്ര ഭംഗിയാണ്. തീർച്ചയായും ഇത് സുഗൻ സാറിന്റെ ന്യൂ ഡിസൈൻ ആയിരിക്കും. ഇത് ഒരു വട്ടം ഞാനിട്ട് എങ്ങനെയുണ്ടാകും? എന്തായാലും ക്ലീൻ ചെയ്യാൻ ഞാനല്ല ആദ്യം വരുന്നേ. ഞാൻ വന്നിട്ടല്ലേ എല്ലാരും വരുന്നേ. ഒരു വട്ടം ആരും അറിയാതെ ഇട്ടാലോ? ആർക്കും അറിയില്ല. മീരയ്ക്ക് ഇതുമാത്രം ശരിക്കും മനസ്സിലായി. ആ ലെഹങ്ക സുഗം സാറിന്റെ ലേറ്റസ്റ്റ് ഡിസൈൻ എന്ന്. പക്ഷെ അവൾക്ക് അറിയാത്ത കാര്യം എന്തെന്നോ, അവൾ ആ ഡ്രസ് ഇട്ട് നോക്കുന്നത് ആർക്കും അറിയില്ല എന്നത്. അവളുടെ സമയം അന്ന് ശരിയായിരുന്നില്ല. എന്തെന്നാൽ സുഗം കപൂർ ഇന്ന് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പുതിയ ഡിസൈൻ ലെഹങ്കയെല്ലാം ഇപ്പൊ ലോഞ്ചാകാൻ പോകുന്നു. അതുകൊണ്ട് എല്ലാം ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ആദ്യ ദിവസം രാത്രി അദ്ദേഹം ഓഫീസിലാണ് താമസിച്ചത്. മീര ലെഹങ്ക ഇട്ടുകൊണ്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്നപ്പോൾ സുഗം കപൂർ അത് CCTV ക്യാമറ വഴി കണ്ടു. അദ്ദേഹം ഉടനെ അദ്ദേഹത്തിന്റെ ക്യാബിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് അവളെ നോക്കി ദേഷ്യപ്പെട്ട് പറഞ്ഞു, ഏയ്, നീ ആരാ? ആരോട് ചോദിച്ചിട്ടാ നീ ഈ ലെഹങ്ക എടുത്തിട്ടത്? സുഗം കപൂറിനെ മീരയെ അറിയില്ല. പക്ഷേ മീരയ്ക്ക് സുഗം കപൂറിനെ നന്നായി അറിയാം. സുഗം കപൂറിനെ നേരിൽ കണ്ടത് അവൾക്ക് അതിശയമായി. നിന്നോടാ ചോദിച്ചത്. ആരാ നീ? വേഗം പറ, അല്ലെങ്കിൽ ഞാൻ സെക്യൂരിറ്റിയെ വിളിക്കും. ഇല്ല, ഒരു മിനിറ്റ് സർ. എന്റെ പേര് മീര. ഞാൻ നിങ്ങളുടെ ഫാഷൻ ഹൗസിലാ പണി ചെയ്യുന്നേ. എന്താ, നീ ഇവിടെ ജോലി ചെയ്യുന്നെന്നോ? ഇതിനു മുൻപ് നിന്നെ ഞാൻ കണ്ടിട്ടേയില്ലല്ലോ. അത് പിന്നെ സർ, എനിക്കിവിടെ ക്ലീനിങ് വർക്കാ. ഒരു 15 ദിവസം മുന്നേ ഞാൻ ജോലിയിൽ ചേർന്നത്. അത് പിന്നെ ഞാൻ നിഷി മാഡമാണ് എന്നെ അപ്പോയിന്റ്. അത് പിന്നെ അവരാണ് എന്നെ പണിക്കെടുത്തത്. ശരി, എല്ലാം പോട്ടെ. ഇതിന് മറുപടി പറ. ഈ ലെഹങ്ക നീ എന്തിനാ ഇട്ടത്? ഇതിട്ടാണോ ക്ലീനിങ് ജോലി ചെയ്യുന്നത്? ഇതിൽ തൊടുന്നതിന് മുൻപേ എന്നോട് ചോദിക്കണ്ടേ? ഐ എം റിയലി വെരി സോറി സർ. ഞാൻ നിങ്ങളെ ഒരുപാട് ദിവസമായി മീറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചു. എനിക്ക് ഒരു മോഡലാവാനാണ് ആഗ്രഹം. ഞാൻ അതുകൊണ്ടാ ഇവിടെ വന്നത്. പക്ഷേ എന്നാലെന്താ, മോഡലാകാൻ പറ്റാതെ നീ തൂത്തുവാരുന്നില്ലേ? വാട്ട് നോൺസെൻസ്. ഇതുപോലെയൊന്നും എന്നോട് സംസാരിക്കരുത്. എനിക്കറിയാം നീ എന്റെ കളക്ഷൻസ് മോഷ്ടിക്കാൻ വന്നതാ. പറ, എന്റെ ഏത് റൈവല നിന്നെ ഇവിടേക്ക് പറഞ്ഞയച്ചത്? ഇല്ല 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 സർ, അങ്ങനെയില്ല. ഞാൻ ഇവിടെ വന്ന് ഒരുപാട് കാര്യം പഠിക്കാൻ ആഗ്രഹിച്ചു. വേണമെങ്കിൽ നോക്കൂ സർ, ഒരു ലെഹങ്ക ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ അവൾ സുഗം കപൂറിന് ഒരു ഷീറ്റ് എടുത്ത് കാണിച്ചു. അതിൽ മീര ഒരു ഭംഗിയുള്ള ലെഹങ്ക ഡിസൈൻ ചെയ്തിരുന്നു. പക്ഷേ സുഗം കപൂർ അവളുടെ ഡിസൈൻ കണ്ടില്ല. അതിനു പകരം ദേഷ്യപ്പെട്ടു. എന്താ, നീ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കുമെന്നാണോ നിന്റെ വിചാരം? നിന്റെ മുഖം നീ കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടോ? നീ മോഡലിംഗ് ഒക്കെ അങ്ങ് മറന്നേക്ക്. നിന്നേക്കാൾ ബെറ്റർ ഓപ്ഷൻ എന്റെ കയ്യിലുണ്ട്. പിന്നെ ഒരു കാര്യം, ഈ ഫാഷൻ ഡിസൈനിങ്ങിന് എനിക്ക് നിന്റെ സഹായമൊന്നും വേണ്ട. പോലീസിനെ വിളിക്കണോ അതോ നീ തന്നെ ഇവിടുന്ന് പോകുന്നോ? പിന്നെ ഒരു കാര്യം, പോകുന്നതിന് മുൻപ് ആ ലെഹങ്ക എവിടെ ഉണ്ടായിരുന്നു അവിടെ വെക്ക്. മനസ്സിലായോ? പിന്നൊരു കാര്യം, ഇനി നിന്റെ മുഖം ഈ ഫാഷൻ ഹൗസിന്റെ പരിസരത്ത് കണ്ടേക്കരുത്, കേട്ടല്ലോ? മീര വേഗം ചെന്ന് ആ ലെഹങ്ക മാറ്റി. ആ ലെഹങ്ക ശരിയായി ഇരുന്ന സ്ഥലത്ത് വെച്ച് അവൾ സുഗം കപൂറിന്റെ ഫാഷൻ ഹൗസിൽ നിന്ന് പുറത്തുപോയി. അവളുടെ മുഴുവൻ സ്വപ്നവും വീണ്ടും ഒരു തവണ തകർന്നുപോയി. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണീർ തുള്ളികൾ വന്നു. അപ്പൊ പെട്ടെന്ന് ഒരതിശയം. അവളുടെ കണ്ണീർ തുള്ളികൾ ആ പേപ്പറിൽ വീണ ഉടനെ അത് തിളങ്ങാൻ തുടങ്ങി. പേപ്പറിലെ ആ ലെഹങ്ക ഡിസൈൻ ശരിക്കുമുള്ള ലെഹങ്കയായി മാറി. അത് ശരിക്കും ആ പേപ്പറിലുള്ള ലെഹങ്കയെ പോലെ ആയി. അത് കണ്ട് മീര ഷോക്കായി. അവൾക്ക് പെട്ടെന്നൊന്നും മനസ്സിലായില്ല. അയ്യോ, ഇതെങ്ങനെ സംഭവിച്ചു? ഞാനിത് മനസ്സിൽ വിചാരിച്ച ലെഹങ്ക ഡിസൈൻ പേപ്പറിലുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. അവൾ ആ ലെഹങ്കയെ ആരും അറിയാതെ ഒളിപ്പിച്ച് വീട്ടിൽ കൊണ്ടുപോയി. റൂമിൽ ചെന്ന് അവൾ ആ ലെഹങ്ക ഇട്ടു നോക്കി. ആ ലെഹങ്ക ഇട്ടു നോക്കിയതും അവൾ ഭംഗിയായി മാറി. കാണാൻ തന്നെ ഒരു സൂപ്പർ മോഡൽ പോലെ സ്ലിമ്മായി ട്രിമ്മായി ഭംഗിയായി.
എന്താ ഇത് അതിശയം? ഞാൻ ഇത്ര സ്ലിമ്മായി, അതും മുഖം തിളങ്ങുന്നു, എത്ര ഭംഗിയായി. അതെങ്ങനെ സംഭവിച്ചെന്ന് മീരയ്ക്ക് അറിയില്ല. എന്നാലും അവൾ ഒരുപാട് സന്തോഷിച്ചു. അവൾ ഉടനെ 2-3 ഫോട്ടോ എടുത്ത് അത് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്തു. കുറച്ച് സമയം കൊണ്ട് അവളുടെ ഫോട്ടോ ഫേമസ് ആയി. വലിയ വലിയ ഫാഷൻ ഡിസൈനർ മോഡലിംഗിന് വേണ്ടി അവളെ വിളിച്ചു. അതിൽ സുഗം കപൂറും ഒരാൾ. അദ്ദേഹം മീരയെ കാണാൻ നേരെ അവളുടെ വീട്ടിൽ വന്നു. ഹലോ, ദിസ് ഈസ് സുഗം കപൂർ, ദ ഫേമസ് ഫാഷൻ ഡിസൈനർ. കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങളെ ഒരുപാട് പേർക്ക് ഇഷ്ടമായി. നോക്കൂ, നിങ്ങൾ ഒരുപാട് ഫേമസ് ആണ്. എന്റെ ബ്രാൻഡും അത്രത്തോളം ഫേമസാ. നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്താൽ രണ്ടുപേർക്കും നല്ല ലാഭം കിട്ടും. സോറി സർ, എന്നെ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ ഡിസൈൻസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എനിക്ക് മോഡലിംഗ് ചെയ്യാൻ പറ്റില്ല. എന്താ? ബട്ട് നിങ്ങൾ എന്തായി പറഞ്ഞു വരുന്നത്? നിങ്ങൾ എന്റെ ഡിസൈൻസ് കണ്ടിട്ടുണ്ടോ? ഞാൻ നിങ്ങളുടെ എല്ലാ ഡിസൈൻസും കണ്ടിട്ടുണ്ട്, ഒന്നും ഇട്ടു നോക്കിയിട്ടുണ്ട്. നിങ്ങൾ ആ ദിവസം മറന്നിട്ടുണ്ടാകും, പക്ഷെ ഞാൻ മറക്കില്ല. നിങ്ങൾ എന്നെ അപമാനിച്ചു. എന്റെ മുഖവും ശരീരം കണ്ട് നിങ്ങൾ എന്നെ കളിയാക്കി. നിങ്ങളോടൊപ്പം പണിയെടുക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു, പക്ഷേ നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. പക്ഷേ സമയം കണ്ടു സർ, ഇപ്പോഴും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നൗ ഐ ഹാവ് മോർ ബെറ്റർ ഓപ്ഷൻ ദാൻ യു. അങ്ങനെ പറഞ്ഞ സുഗം കപൂറിന് മീര അവളുടെ വീടിന്റെ വാതിൽ കാണിച്ചു. അദ്ദേഹത്തിന് അത് മനസ്സിലായി. അദ്ദേഹം പുറത്തു വന്നു. പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന്റെ കണ്ണിൽ അഹങ്കാരമില്ല, അതിനു പകരം വിഷമമേ ഉണ്ടായിരുന്നുള്ളൂ. Thanks for watching.